والسلام على نبينا محمد وآله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. ബാക്കി ആരും കാണുന്നില്ലല്ലോ, മെസ്സേജ് കിട്ടിയിട്ടേ. ഞാൻ രാവിലെ പറഞ്ഞു സെക്രട്ടറി മെസ്സേജ് താമസിച്ചായിരിക്കും. ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയ സമ്മാനം, അല്ലെങ്കിൽ നബിയുടെ മനസ്സിന് കൊടുത്ത ഒരു ആശ്വാസം, അതായിരുന്നു ഇസ്രാഉം മിഅ്റാജും. അതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞത്. വേറൊരാൾക്കും കിട്ടിയിട്ടില്ല, ഇനി ഒരാൾക്ക് കിട്ടുകയും ഇല്ല. അതാണ് ആ യാത്രയുടെ ഒരു പ്രത്യേകത. അങ്ങനെ ആ യാത്രയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയും അനുഭവിക്കുകയും ചെയ്ത ചില കാഴ്ചകൾ, അത് അള്ളാഹു കാണിച്ചു കൊടുത്തതാണ്. തീർത്തും ഗൈബാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, പൂർണ്ണ ഗൈബാണ്. നമുക്ക് കണ്ടിട്ടോ കേട്ടിട്ടോ അനുഭവിച്ചിട്ടോ മണത്തിട്ടോ ഒന്നും അറിയാൻ പറ്റാത്ത അഭൗതികമായ അദൃശ്യമായ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സത്യവിശ്വാസികളല്ലാത്തവർക്ക് ഈ പറയുന്ന കഥകളൊക്കെ ഒരു തമാശ കഥയായിരിക്കും. അവരിതെല്ലാം കേൾക്കുമ്പോൾ ചിരിക്കും. ഈ സൂറത്തുൽ മുത്തഫിഫീന്റെ അവസാന ഭാഗത്ത് അല്ലാഹു പറഞ്ഞല്ലോ, വഇദാ മർറൂ ബിഹിം യതഗാമസൂൻ വഇദാ انقلبوا الى اهلهم انقلبوا فكهين وإذا رأوهم قالوا إن هؤلاء لضالون. വലിയ ബുദ്ധിജീവികൾ ചമയുന്ന ആൾക്കാർ മുഅ്മിനീങ്ങളെ കാണുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് കണ്ണിറുക്കിയിട്ട് ചിരിക്കും. ഇതൊരു മന്ദബുദ്ധി പോന്ന്, എന്താര് പറഞ്ഞാലും വിശ്വസിച്ചോളൂ, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, ആര് കണ്ടിനി ആരറിഞ്ഞിനി. എന്നിട്ട് അവർ പറയും ഈ പിഴച്ച ടീം ഇതാ പോന്ന് എന്ന് പറഞ്ഞിട്ട് കളിയാക്കും. അതുകൊണ്ട് ഗൈബിയായ കാര്യങ്ങൾ, അല്ലെങ്കിൽ ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള വിശ്വാസപരമായ കാര്യങ്ങൾ വിശ്വാസികൾക്കുള്ളതാണ്. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഇന്നല്ലാഹ ലാ യസ്തഹയി അൻ യദ്രിബ മസലൻ മാ ബഊദതൻ ഫമാ ഫൗഖഹ. അല്ലാഹുവിനെ ഒരു കൊതുകിന്റെ ഉപമ പറയാൻ ലജ്ജയില്ലാത്തവനാണ്. ഈ ആയത്ത് ഇറങ്ങിയപ്പോന്നറിയോ, പേന്, കൊതുക്, ഈച്ച, പിന്നെ ചിലന്തി, എട്ടുകാലി, നിങ്ങളെന്താ പറയാ, ബണ്ണത്ത്, പാവം നല്ല പേരാണ് എട്ടുകാലി, അതിനെ ബണ്ണത്ത് എന്നാക്കിയാല്. ഇപ്പൊ കുറേശ്ശങ്ങൾ ചോദിച്ചു, ഇതെന്ത് ഉദാഹരണം, ചെറിയ ജീവികള്, ഈച്ച, ചിലന്തി, ഇങ്ങനെ ഒരു റബ്ബുൽ ആലമീനായ റബ്ബ് ഉദാഹരണം പറയല്. അപ്പൊ ഇറങ്ങിയ ആയത്താണ് ഇന്നല്ലാഹ ലാ യസ്തഹി. അല്ലാഹുവിന് അതിൽ ലജ്ജയും നാണോ ഒന്നുമില്ല. അയ്യദ്രിബ മസലൻ മാ ബഊദതൻ, ഒരു കൊതുകിനെ വരെ അല്ലാഹു എന്ത് ചെയ്യും, ഉപമയാക്കിയിട്ട് പറഞ്ഞു തരും. ഫമാ ഫൗഖഹ, കൊതുക് എന്നല്ല, അതിനേക്കാളും ചെറുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും അല്ലാഹു ഉപമയായിട്ട് പറയും. പക്ഷെ ഫഅമ്മല്ലദീന ആമനു, എന്റെ വിശ്വാസികൾ, അതൊരു സ്നേഹമുള്ള വാക്കാണ്. എന്നെ വിശ്വസിക്കുന്ന, അംഗീകരിക്കുന്ന, എന്നെ തൃപ്തിപ്പെട്ട മുഅ്മിനീങ്ങൾ പറയും. എന്ത് പറയും? ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം. എന്റെ റബ്ബ് എന്തുദാഹരണം പറഞ്ഞാലും അത് ഹഖാണ്, എനിക്ക് മനസ്സിലായി, ഞാൻ അംഗീകരിക്കുന്നു. ഇതായിരിക്കും മുഅ്മിനിന്റെ നാവിന്ന് വരുന്ന വാക്ക്. വഅമ്മല്ലദീന കഫറു, എന്നാ നിഷേധികളോ, കുഫറുള്ളവരോ, അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ. നമ്മളിൽ കുഫറുണ്ടോ, എന്തെങ്കിലും ഒരു പശർമ വരുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കാൻ ഈ ഒരു ആയത്ത് മതി. ഫഅമ്മല്ലദീന കഫറു, കുഫറുള്ളവൻ പറയും മാദാ അറാദല്ലാഹു ബിഹാദാ മസല, ഇതെന്തൊരു ഉപമയാണിത്, ഇതെന്ത് ഉദാഹരണമാണ്, ഇത്ര വലിയ റബ്ബുൽ ആലമീൻ ഈച്ചനെയും കൊതുകിനൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ് കളിയാക്കിയിട്ട് തള്ളിക്കളയും. യുദല്ലു ബിഹി കസീറൻ
വയഹ്ദി ബിഹി കസീറൻ. അതുകൊണ്ട് മിഅ്റാജ് കഴിഞ്ഞു വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്ന കാര്യങ്ങളൊക്കെയും ഗൈബാണ്. അതിലെന്തെങ്കിലും ഒരു സംശയം ഒരു ആൾക്ക് വരുന്നുണ്ടെങ്കിൽ സംതിങ് റോങ്. അതേസമയം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നമുക്കിപ്പം പിന്നെയും അവസ്ഥകൾ വെച്ചുകൊണ്ട് ഇതെല്ലാം ശരിയായിരിക്കാം എന്നൊക്കെ പറയാനുള്ള അവസ്ഥകളുണ്ട്. അന്ന് 6-ാം നൂറ്റാണ്ടില് സയൻസ് എന്ന് പറയുന്ന സംഗതി അറിയില്ല. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു അബൂജഹൽ വന്ന് പറഞ്ഞപ്പോ മുഹമ്മദ് അങ്ങനെ പറഞ്ഞോ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അബൂജഹൽ വലിയ സന്തോഷത്തിൽ ചിരിച്ചോണ്ട പറഞ്ഞു, അങ്ങനെ പറയും നിന്റെ ചങ്ങാതി, തിരിപ്പിക്കാനായി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ മുഹമ്മദ് പറഞ്ഞത് സത്യമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം എന്താ അറിയോ, 7 ആകാശത്തിന്റെ അപ്പുറത്തുനിന്ന് വഹയി വരുന്നു എന്ന് പറഞ്ഞപ്പോ വിശ്വസിച്ച ആളാണ് ഞാൻ. ഞാൻ എങ്ങനെയാ ഒറ്റ രാത്രി കൊണ്ട് പോയി വന്ന് ഈ കാഴ്ചകൾക്ക് കണ്ടു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാണ്ടിരിക്കുക? അന്നാ അദ്ദേഹം സിദ്ദീഖായത്. അതുകൊണ്ട് അവിശ്വാസികൾ, കുഫറുള്ളവർ, അല്ലെങ്കിൽ ഈമാനിൽ തറദ്ദുദുള്ളവർ, റൈബുള്ളവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അവർക്ക് അംഗീകരിക്കാൻ സാധിക്കൂല. പക്ഷെ മുഅ്മിനീങ്ങൾക്ക് പാഠമുണ്ട്. അങ്ങനെ പോയി വന്ന കൂട്ടത്തിൽ കണ്ട ഒരു കാഴ്ച, അത്ഭുതകരമായ കാഴ്ച, മുവഹിദുകൾക്ക് വലിയ ആവേശവും സമാധാനവും ഒരുതരം രസവും നൽകുന്ന ഒരു കാഴ്ച മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. തങ്ങൾ പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ റിപ്പോർട്ട് ചെയ്യുന്നു, ഇമാം ബുഖാരി റഹ്മഹുല്ലാഹു ഉദ്ധരിച്ച ഹദീസാണ്. ലമ്മാ കാനത്തിൽ ലൈലത്തുൽ ലത്തി ഉസ്രിയ ബി ഫീഹാ, എന്നെ ഇസ്രായിന് വേണ്ടി കൊണ്ടുപോയ ആ രാത്രി ആയപ്പോൾ അതത് അലയ്യ റായിഹത്തുൻ തയ്യിബ, നല്ല പരിശുദ്ധമായ ഒരു സുഗന്ധം, ഒരു മണം ആകാശലോകത്ത് എനിക്ക് അനുഭവിക്കാൻ സാധിച്ചു. ഫഖുൽതു, അപ്പൊ ഞാൻ ചോദിച്ചു, യാ ജിബ്രീൽ മാ ഹാദിഹി റായിഹത്തു തയ്യിബ, ഇതെന്താണ് ഒരു നല്ല തയ്യിബത്തായ മണം? എന്താ തയ്യിബത്തായ മണത്തിന്റെ ഉദ്ദേശം? പരിശുദ്ധം മീൻസ് മണത്തിന് എന്താ പരിശുദ്ധത? നമ്മളെ ആകർഷിപ്പിക്കുന്ന മണം, മണത്തപ്പം എന്തോ ഒരു റാഹത്ത് തോന്നുന്ന മണം. അതുകൊണ്ടാ ചോദിച്ചത്, ഇത്ര നല്ല ഒരു വാസന ആകാശലോകത്ത്. ആകാശലോകത്ത്, മലായികത്തിന്റെ ലോകത്ത്, ആ ഗൈബായ ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ദുർഗന്ധം ഉണ്ടായിട്ടേ ഉണ്ടാവൂല, അവിടെ മണേ ഉണ്ടാവുള്ളൂ. അതേസമയത്ത് ഇത് പ്രത്യേകിച്ച് ആ മണത്തിനിടയിൽ നിന്ന് മനസ്സിലാക്കണമെങ്കിൽ എന്തോ നല്ലൊരു പ്രത്യേക മണം എന്തായാലും അനുഭവിച്ചു. അതുകൊണ്ടാ ചോദിച്ചത്. അന്നേരം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഹാദിഹി റായിഹത്തു മാശിതതി ബിനതി ഫിർഔൻ വഔലാദിഹാ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി ഒന്ന് ഞെട്ടി. സത്യത്തിൽ ഇത് ഫിർഔന്റെ മകളുടെ മുടി ചീകിക്കൊടുക്കുന്ന വേലക്കാരിയുടെയും അവരുടെ മക്കളുടെയും മണമാണ്. മാഷിത്തത്ത് എന്ന് പറഞ്ഞാൽ ഒരു കൊട്ടാരത്തിലെ വേലക്കാരിൽ ഏറ്റവും താഴെയുള്ള ജോലിക്കാരിയാണ്. ഫിർഔന്റെ മോള് പോയിട്ട് കുളിച്ചിട്ട് വന്നാൽ മുടി ഉണക്കി ചീകി കൊടുക്കുന്ന ജോലിക്കാരി, അത്ര താഴ്ന്നതാണ്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ താഴ്ചയും ഉയർച്ചയും പരിഗണിക്കുന്നത് ദീനും ഈമാനും തഖ്വയും തൗഹീദും പരിഗണിച്ചിട്ടാണ്. പൈസയും കുടുംബവും തറവാടിത്തവും സൗന്ദര്യവും പ്രശസ്തിയും ഇതൊന്നും അള്ളാഹ്ക്കൊരു വിഷയമേ അല്ല. അള്ളാഹു അതൊട്ടും നോക്കൂല്ല. അതൊക്കെ അള്ളാഹ് തന്നതല്ലേ, ഓന് ഇഷ്ടമുള്ളവർക്ക് എല്ലാം കൊടുത്തു. പക്ഷെ അള്ളാഹു പരിഗണിക്കുന്നത് ഈ പരിഗണനയാണ്. ഇത് കേട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആവേശമായി. തങ്ങൾ ചോദിച്ചു, യാ ജിബ്രീൽ മാ ശഅനുഹാ, എന്താ ഓള കഥ? അതെങ്ങനെയാ ആ ഒരു വേലക്കാരിയും അവളുടെ മകളും ആകാശലോകത്തെ മണപ്പിക്കണമെങ്കിൽ എന്തോ ഒരു കഥ ഉണ്ടാവുമല്ലോ. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുത്തു, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബൈന ഹിയ തുമശ്ശിതു ബിനത ഫിർഔന ദാത യൗമിൻ. ആകാശലോകത്തുനിന്ന് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. നബിയെ, അന്ന് മൂസ നബിയുടെ കാലത്ത് ഫിർഔൻ രാജ്യം ഭരിക്കുന്ന ഫിർഔൻ റബ്ബെന്ന് പറയുന്ന സമയം ഒരു ദിവസം ഈ പെണ്ണ് ഫിർഔന്റെ മകളുടെ മുടി ചീകി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് സഖതത്തിൽ മിദ്റാമിൻ യദൈഹ, ആ സമയത്ത് ചീകാൻ വേണ്ടി ഉപയോഗിച്ച ആ ഉപകരണം, ചീർപ്പാവോ അന്നെന്തോ ആവാം, അത് കയ്യിൽ നിന്ന് താഴെ വീണു. ഫഖാലത്ത്, അപ്പൊ ഈ പെണ്ണ് പറഞ്ഞു, മാഷിത ബിസ്മില്ലാ. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, നമ്മളുടെ ഒരു വാക്ക്, ഒരു പ്രവൃത്തി, ഒരു ഇടപെടൽ, ഒരു സ്വഭാവം, ഇതൊക്കെ ചിലപ്പം ആളുകൾക്ക് ഹിദായത്തിന് കാരണം. നമ്മുടെ ദുസ്വഭാവികൾ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ.
നമ്മൾ ദുസ്വഭാവികളായാൽ, നമ്മളെ പെരുമാറ്റം മോശമായാൽ, നമ്മളെ വർത്താനം മോശമായാൽ നേരെ തിരിച്ചുള്ള എഫക്റ്റ് ഉണ്ടാവും. ഹിദായത്ത് തടസ്സമായി പോവും. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും ലോകത്ത് ദീൻ പ്രചരിപ്പിക്കാൻ വേണ്ടി എടുത്ത ഏറ്റവും വലിയ ആയുധം ഫഖൂല ലഹു ഖൗലൻ ലയ്യിനൻ. സ്വഭാവമാണ്, വാക്കാണ്, പെരുമാറ്റമാണ്, ഇടപെടലാണ്. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു. ഒരാൾ അടിച്ചു കൊന്നല്ലേ. പക്ഷെ ഫിർഔൻ എന്ന് പറയുന്ന കാട്ടുകള്ളന്റെ കൊട്ടാരത്തിൽ പോയിട്ടും ഖൂല ലഹു ഖൗലൻ ലയ്യിനൻ, വളരെ മയമായിട്ട് സംസാരിച്ച്. അള്ളാഹു അതിന് ശേഷം പറഞ്ഞ വാക്ക് എന്താണ്? ലഅല്ലഹു യതദക്കർ. മയമായി ഇടപെടേണ്ട പോലെ ഇടപെട്ടാൽ ചിലപ്പം അവൻ ചിന്തിച്ചേക്കാം. ആര്? ഫിർഔൻ. ഞാൻ റബ്ബെന്ന് പറയുന്നവൻ. അപ്പൊ ബാക്കിയുള്ളവന്റെ കഥ ആലോചിച്ച പോലെ. അപ്പൊ ഇവള് ബിസ്മില്ലാ എന്ന് പറഞ്ഞപ്പോ ഫഖാലത്ത് ലഹാ ഇബ്നത്തു ഫിർഔൻ, ഫിർഔന്റെ മോള് ചോദിച്ചു അവളോട്, അബി, നീ ബിസ്മില്ല എന്താ അർത്ഥം? അള്ളാന്റെ നാമത്തിൽ. നീ ഉദ്ദേശിച്ചത് എന്റെ ഉപ്പാനെയാണോ? എന്റെ ഉപ്പാന്റെ നാമത്തിൽ എടുത്തു എന്നാണോ ഉദ്ദേശിച്ചത്? ഖാലത്ത്, ആ സ്ത്രീ പറഞ്ഞു, ല, അല്ല, വലാകിൻ റബ്ബി വറബ്ബു അബീകില്ല, എന്റെയും നിന്റെയും റബ്ബായ അള്ളാഹുവിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് ആദർശം. അതിലെന്തില്ല? കോംപ്രമൈസ് ഇല്ല. ഈ ഭാഷിത്വത്തിന് വളരെ വ്യക്തമായിട്ടറിയാം, സത്യം അറിഞ്ഞാൽ നടക്കാൻ പോകുന്നത് എന്നെ ആ രാജാവ് അരിഞ്ഞു കൊല്ലും, ഉറപ്പാണത്. പക്ഷെ അറിഞ്ഞിട്ടും അവൾ പറഞ്ഞെന്താ? എന്തെങ്കിലും ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റിനോ കോംപ്രമൈസിനോ. ദീനുൽ ഇസ്ലാമിൽ ഒരു തരത്തിലും മയപ്പെടുത്താനോ അല്ലെങ്കിൽ ഒന്ന് മാറ്റിവെക്കാനോ അല്ലെങ്കിൽ ഒന്ന് വ്യത്യസ്തപ്പെടുത്താനോ ഒന്നും അവകാശമില്ലാത്തത് ഒരേയൊരു കാര്യമാണ്. വഖദാ റബ്ബുക അല്ലാ തഅബുദൂ ഇല്ലാ ഇയ്യാഹ്. രണ്ടാമത്തേതോ വബിൽ വാലിദൈനി ഇഹ്സാന, ഉപ്പയും ഉമ്മയും. കാരണം ഈ മറ്റേത് ബന്ധവും മുറിച്ചു മാറ്റിയാൽ പോകുന്ന ബന്ധമാണ്. പക്ഷെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം അങ്ങനല്ല. ഇത് ആദം നബിയുടെ കാലം തൊട്ടി ഇതാ ഇന്ന് 2026 ജനുവരി വരെ ഇത് രണ്ടെണ്ണം ഫിക്സാണ്. തൗഹീദും ഉപ്പയുമ്മയും. ഉപ്പയുമ്മയും കാഫിറാണെങ്കിൽ വരെ. ബദർ യുദ്ധത്തിന് ഒരു സഹാബി റസൂലുള്ളാഹിന്റെ പട്ടാളത്തിലുണ്ട്. തൊട്ടപ്പുറത്തുണ്ട് ഉപ്പ. അപ്പൊ അദ്ദേഹം വാളൂരി. കാരണം ആവേശാണല്ലോ, സഹാബാക്കൾക്ക് ആദ്യത്തെ യുദ്ധമല്ലേ. റസൂലുള്ളാഹ്, ആ നിൽക്കുന്ന എൻ്റെ ഉപ്പയാ, ഞാൻ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പം പോയി തലവെട്ടിട്ട് കൊണ്ടുവരാം. ആവേശത്തിൽ റസൂലുള്ളാഹി പറഞ്ഞു, മഹിൻ അബൂക്ക്, അനങ്ങാതിരിക്ക്, എൻ്റെ ഉപ്പയാണിത്. ആള് കാഫിറാണ്, ആള് മുശ്രിക്കാണ്. ഇതിലൊരു വ്യത്യാസമില്ല. ബാക്കിയുള്ളതിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇജ്തിഹാദ് ചെയ്ത് അല്ലെങ്കിൽ ശാരീരിക അവസ്ഥകളും സന്ദർഭവും ഒക്കെ മനസ്സിലാക്കി. ഫിഖ്ഹിൽ എല്ലാത്തിനും മസലയുണ്ടല്ലോ, തൗഹീദില്ല. അതാണ് ഈ മാഷിദത്ത് പറഞ്ഞത്, റബ്ബി വറബ്ബു അബീകില്ല, എന്റെയും നിന്റെയും റബ്ബായ അള്ളാഹുവിനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഖാലത്ത്, ഫിർഔന്റെ മോള് പറയാണ്, ഉഖ്ബിറുഹു ബിദാലിക്, ഞാൻ ഇപ്പം ചെന്നിട്ട് എൻ്റെ ഉപ്പാനോട് ഇത് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ ബേ മാറ്റി പറഞ്ഞോ, ഞാൻ പറയും. അപ്പൊ ഈ സ്ത്രീ പറഞ്ഞു, നഅം, നീ പോയിട്ട് പറ. ഫഅഖ്ബറതുഹു, മോള് പോയി ഉപ്പാനടുത്ത് പറഞ്ഞു. ഫദഅഹ, ഉപ്പ ഇവളെ വിളിപ്പിച്ചു. ഫഖാൽ, ഫിർഔൻ ചോദിക്കാണ്, ജിബ്രീൽ കഥ പറഞ്ഞു കൊടുക്കാണ്. ദർബാറാണ് ഫിർഔന്റെ. വന റബ്ബുക്കുമുൽ അല എന്ന് പറഞ്ഞ ഫിർഔന്റെ ദർബാറിലാണ് ആരെ വിളിപ്പിക്കുന്നത്? അക്കൊട്ടാരത്തിലെ ഏറ്റവും താണ ജോലിക്കാരിയെയും മക്കളെയും ചോദിച്ചു, യാ ഫുലാന വഇന്ന ലകി റബ്ബൻ ഗൈരി, ഞാനല്ലാത്ത റബ്ബ് നിനക്കുണ്ടോ? അങ്ങനെ പറയുന്നത് കേട്ടല്ലോ. അപ്പൊ ഇവള് പറഞ്ഞു, നഅം റബ്ബി വറബ്ബുക അല്ലാഹ്, വേറെ ആരുമല്ല, എന്റെയും നിന്റെയും റബ്ബായ അല്ലാഹുവാണത്. ഫിർഔൻ ഫഅമറ ബിബഖറത്തിൻ മിൻ നുഹാസിൻ. ബഖറത്ത് എന്ന് പറഞ്ഞാൽ ഒരു പശുവിന്റെ അത്ര വലുപ്പമുള്ള ജീവിയെ പിടിച്ചിട്ട് ചുട്ടെടുക്കാൻ പാകത്തിനുള്ള ചെമ്പിന്റെ പാത്രം. നമ്മൾ ശ്രദ്ധിക്കണേ, നമ്മൾ മുവഹിദുകളാണ്, നമ്മൾ തൗഹീദിന്റെ പ്രവർത്തകരും പ്രബോധകരും അതിനു വേണ്ടി പണിയെടുക്കുന്നവരാണ്.
എന്തുണ്ടെന്ന് അള്ളാഹു ചോദിച്ചാൽ, നിങ്ങളെ ഞാനൊരു ജോലി ഏൽപ്പിച്ചു തൗഹീദിന്റെ, എന്ത് ചെയ്തു ദുനിയാവിൽ, എന്തെങ്കിലും ഉണ്ടോ തെളിയിക്കാൻ എന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ഇല്ലെങ്കിൽ മാഷിത്തയും ആ കോടതിയിൽ അതേ സ്ഥലത്തുണ്ടാവും. ഖബ്ബാബ് ഉണ്ടാവും, ബിലാൽ ഉണ്ടാവും, അമ്മാർ ഉണ്ടാവും. അവരൊക്കെ ചോദിക്കുമ്പോൾ അവരെ കയ്യും കാലും തോലും കണ്ണും മൂക്കും നാവും ഒക്കെ പറയും, ഇതാ ഇന്നെല്ലാം ഉണ്ട്. മാഷിത്തക്ക് വേണ്ടിയും പറയും. ചെമ്പിന്റെ പാത്രം കൊണ്ടുവന്ന് അടിയിൽ തീ കൊടുത്ത് അതിനെ ചൂടാക്കി. ഫിർഔൻ പറഞ്ഞു, അവളെയും ഓളെ മക്കളെയും അതിലേക്ക് പിടിച്ചിട്ടിട്ട് കരിച്ചു കളഞ്ഞേക്കി. ഖാലത്ത് ലഹു, അപ്പൊ ആ സ്ത്രീ പറഞ്ഞു ഫിർഔനോട്, ഇന്നലി ഇലൈക ഹാജ, എനിക്ക് ഒരാവശ്യമുണ്ട്, ഒരു എന്തേലും പറയാ റിക്വസ്റ്റ്. ഖാൽ വമാ ഹാജതുക്, ഫിർഔൻ ചോദിച്ചു, എന്താ നിന്റെ ആവശ്യം എന്താ? ഖാലത്ത് ഉഹിബ്ബു അൻ തജ്മഅ ഇളാമി വഇളാമ വലദി ഫീ തൗബിൻ വാഹിദ് വതദ്ഫിനഹ, എന്റെയും എന്റെ മക്കളുടെയും മയ്യത്ത് ഒരൊറ്റ കഫൻ തുണിയിൽ പൊതിയണം, വേറെ വേറെ ആക്കരുത്. എന്നിട്ട് നമ്മൾ ഒരുമിച്ച് നീ എന്ത് ചെയ്യണം? കബറടക്കണം. അതിന് പറ്റുമോ? ഫിർഔന്റെ അഹങ്കാരത്തിലുള്ള മറുപടി വന്നു, ഖാൽ ദാലിക ലക അലൈനാ മിനൽ ഹഖ്, നീ നമ്മളെ കൊട്ടാരത്തിൽ ജോലി ചെയ്ത പെണ്ണല്ലേ, അതുകൊണ്ട് അത് ഞാൻ പരിഗണിച്ചിരിക്കുന്നു, കൂലിയായിട്ട് കൂട്ടിയാൽ മതി. കിബറിന്റെ വാക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഖാല, ജിബ്രീൽ പറഞ്ഞു, ഫഅമറ ബിഔലാദിഹ, ഉമ്മാൻ അവിടെ നിർത്തിയിട്ട് ഈ മക്കളെ ഓരോരുത്തരെയും കൊണ്ടുവന്നിടാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടു. ഫഉൽഖു ബൈന യദൈഹ, ആ ഉമ്മാന്റെ മുന്നിന്ന് എണ്ണയിലിട്ട് പൊരിച്ചു. വാഹിദൻ വാഹിദൻ, ഓരോരുത്തരെ. 2 വയസ്സുള്ള മോന്റെ കാല് മുറിഞ്ഞാൽ, സ്കൂളിൽ നിന്ന് വീണെന്ന് ടീച്ചർ വിളിച്ച് പറഞ്ഞാൽ, 10 വയസ്സുള്ള മോള് 5ാം ക്ലാസ് സ്കൂള് വിട്ടിട്ട് പുറക്കെത്തിയിട്ടില്ല എന്ന് പറഞ്ഞാൽ, എന്തായിരിക്കും നമ്മളെ ബേജാറ്? എന്തൊക്കെ നമ്മളെ മാനസികാവസ്ഥ? നമ്മളെല്ലാവരും ഉപ്പമാരല്ലേ. ഇതാ നമ്മൾ ആണുങ്ങൾ, ഇതൊരു പെണ്ണാണ് മാഷിത്ത, ഓളെ മുമ്പ് ഓളെ കുഞ്ഞിനെ ഈ ഇതിലിട്ടിട്ട് പൊരിച്ചെടുക്കാൻ. എന്താ പ്രശ്നം? കട്ടിട്ട രാജാവിനെതിരെ പ്രതിഷേധം ആക്കിയിട്ട. ഒറ്റ വാക്ക്, റബ്ബി വറബ്ബുക്കല്ലാഹ്, ആ ഒറ്റ വാക്കിലാണ് ഈ ശിക്ഷ. വാഹിദൻ വാഹിദൻ ഇലാ അനിൻതഹ ദാലിക ഇലാ സബിയ്യിൻ ലഹാ മുർദഅ, ഇട്ട് വന്നപ്പോൾ ലാസ്റ്റ് ഉള്ളത് ഇവള് പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞാണ് എന്ന് പറഞ്ഞാൽ പൈതൽ, പാല് കുടിക്കുന്ന കുഞ്ഞ്. കഅന്നഹാ തഖാഅസത് മിൻ അജലിഹി, ഈ കുഞ്ഞിനെയും പട്ടാളക്കാരെ പിടിക്കാൻ വന്നപ്പം ഇവളുടെ ഉമ്മ പുറത്തേക്ക് വന്നു. ബാക്കിയെല്ലാം സഹിച്ചു, ഇത് പാലുടിച്ചു കൊടുക്കുന്ന കുഞ്ഞല്ലേ, ഉമ്മ പുറത്തേക്ക് വന്നു. ഖാൽ, അന്നേരം ആ കുഞ്ഞു പറഞ്ഞു, യാ ഉമ്മ ഇഖ്തഹിമി, ഫിർഔന്റെ ഈ ചെമ്പിൽ അങ്ങ് എരിഞ്ഞോളുക, തീ അങ്ങ് കത്തിക്കൊള്ളുക. ഫഇന്ന അദാബദ് ദുനിയാ, കാരണം ദുനിയാവിലെ ഏത് ശിക്ഷയും അഹ്വനു മിൻ അദാബിൽ ആഖിറ, ആഖിറത്തിന്റെ ശിക്ഷ വെച്ച് നോക്കുമ്പം ഈസിയാ. എന്നാ കുഞ്ഞു പറഞ്ഞു, ഫഖ്തഹമത്, അപ്പ പെണ്ണ് പറഞ്ഞു, എന്നാ പിന്നെ ഞാനും. അങ്ങനെ ആ കുഞ്ഞിനെയും ഉമ്മാനെയും ഒരുമിച്ച് ചെമ്പിലിട്ട് പൊരിച്ചെടുത്തു തൗഹീദിന് വേണ്ടി. യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കുടുംബത്തിന്റെ സുഗന്ധമാണ് നിങ്ങൾ 7 ആകാശത്തിൽ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, തൗഹീദ് അല്ലാഹു മനസ്സിലാക്കി തന്നത് സുജൂദിൽ എഴുന്നേൽക്കാൻ പറ്റാത്ത തൗഫീഖ്. അതിന്റെ ഗുണവും മഹത്വവും വലുപ്പവും അറിയുന്നത് ജാഹിലിയത്ത് അറിഞ്ഞവരാണ്. ജാഹിലിയത്തിൽ ശിർക്കിന്റെയും കുഫറിന്റെയും കടുപ്പം മനസ്സിലായവർക്ക് ഇപ്പൊ കിട്ടിയ തൗഹീദിന്റെ മധുരം, അതിന്റെ ഒരു രസം, അള്ളാഹുമായിട്ടുള്ള ബന്ധത്തിലുള്ള സുഖം അത് മനസ്സിലാവുള്ളൂ. തറ വലിയ നിഅമ. അതുകൊണ്ടല്ലേ നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരടിമനെ യുദ്നീഹി ഇലൈ, അടുപ്പിക്കും, ഫയസ്തുറുഹു, എന്നിട്ട് ആ അടിമൻ അങ്ങ് മറക്കും. കാരണം അവിടെ ആരെല്ലാം ഉണ്ട് മഹ്ശറില്? എല്ലാരും മീൻസ് മനുഷ്യൻ, ജിന്ന്, മലക്ക്, പക്ഷികൾ, ജീവജാലങ്ങൾ, മീനുകൾ എല്ലാം ഒരണുവിനെ അല്ലാഹു പടച്ചിട്ടുണ്ടെങ്കിൽ ഇബാദുൻ അംസാലുക്കും, ഒക്കെ നിങ്ങളെ പോലെ തന്നെ ജീവികൾ അതാ മഹ്ശറിലുണ്ട്.
കോടാനുകോടി സൃഷ്ടികൾക്കിടയിൽ ഒരുത്തരെ വിളിക്കുന്നു, വാ മറക്കുന്നു. ജനങ്ങളുടെ ആൾക്കാരുടെ കണ്ണിൽ നിന്ന് മറച്ചു. എന്നിട്ട് അള്ളാഹു ചോദിക്കും, അയ്യാബിദി, നീ ഇന്ന് തെറ്റ് ചെയ്തില്ലേ? ഓ മറന്നിട്ടുണ്ടാവും, പണ്ടെപ്പോ ചെയ്തായിരിക്കും. നീ ചെയ്തില്ലേ? നഅം യാ റബ്ബ്, ഞാൻ ചെയ്തില്ല. നിഷേധിക്കാൻ കഴിയില്ല. നിഷേധിച്ചാൽ നിൽക്കുന്ന ഭൂമി പറയും, അവിടെയുള്ള ഇല പറയും, അവിടെയുള്ള മണ്ണ് പറയും, ഓന്റെ ശരീരത്തിലെ കയ്യും കാലും പറയും, കളവ് പറയുന്നതാണ്, ചെയ്തിട്ടുണ്ട്. ഒരു രക്ഷയുണ്ടാവില്ല. അപ്പൊ സമ്മതിക്കും, നഅം യാ റബ്ബ്. അപ്പൊ അള്ളാഹു ചോദിക്കും, ഇന്നത് പറഞ്ഞിട്ടില്ലേ? നഅം യാ റബ്ബ്. ഇന്ന ആളെ ഉപദ്രവിച്ചില്ലേ? നഅം യാ റബ്ബ്. അങ്ങനെ 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 ഓരോന്ന്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹത്താ യദുന്നു അന്നഹു ഹലക്. ഈ അടിമ വിചാരിക്കും, കഴിഞ്ഞു, എന്റെ കഥ കഴിഞ്ഞു, ചെയ്തതെല്ലാം എന്റെ റബ്ബന്റെ മുന്നിൽ പറഞ്ഞു, എല്ലാം ഞാൻ ഏറ്റു പറഞ്ഞു, ഇനി എനിക്ക് രക്ഷയില്ല. മറഞ്ഞ ഉള്ളിലാണുള്ളത്. അള്ളാഹു പറയും, എന്റെ ദാസ, പക്ഷെ ഞാനെല്ലാം ഒളിപ്പിച്ചു വെച്ചു. സുബ്ഹാനല്ലാഹ്. അള്ളാഹ് പരസ്യപ്പെടുത്തിയില്ലെങ്കിൽ, കാരണം നിന്റെ ഒരു നന്മ എൻ്റെ അടുത്തുണ്ട്. ഇന്ന ലക ഇൻദി ഹസന, നിന്റെ ഒരു നന്മ എൻ്റെ അടുത്തുണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാം ഒളിപ്പിച്ചു വെച്ചു. ആ ഒളിപ്പിക്കല് അങ്ങ് തുടരട്ടെ. ആ നന്മ എന്താ അറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, തൗഹീദ്. അതുകൊണ്ട് ഇനി ആ ഒളിപ്പിച്ച് ഞാൻ എന്താക്കുന്നില്ല, പരസ്യാക്കുന്നില്ല. ഗഫർതു ലക വലാ ഉബാലി, ഒരു പ്രശ്നമാക്കണ്ട, പുറത്തു തന്നു, യാ അല്ലാഹ് നീ പോയിക്കോളി, ഖലാസ്. ആരാന്നാണ് ചോദിക്കുക? ഞാൻ കണ്ടിന്യൂ അങ്ങനെ ആക്കുന്നത്, ഞാൻ കണ്ടിന്യൂ ഇങ്ങനെ ആക്കുന്നത്. ലാ യുസ്അലു അമ്മാ യഫ്അൽ, അവൻ രാജാവാണ്, മാലിക്കുൽ മുൽക്കാണ്, രാജാതിരാജനാണ്. അന്ന് ഒരുത്തന്റെ നാവ് പൊന്തുല. മൻദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അവന്റെ അനുവാദം കൊണ്ട് അന്ന് ഒരുത്തന് ചലിക്കാൻ കഴിയില്ല. ഇവിടെ പല കളി കളിക്കും. മാലിക് യൗമിദ്ദീൻ, അന്ന് അല്ലാഹുവിന്റെ മാത്രം ഉടമസ്ഥതയാണ്, ഒരുത്തനും ചോദിക്കൂല. മറമാറ്റിട്ട് പറയും മലക്കുകളോട്, എന്റെ പ്രിയപ്പെട്ട ദാസനെ കൊണ്ടുപോയിക്കോളും സ്വർഗത്തിലേക്ക്. രക്ഷപ്പെട്ടു. അലാമാ കാന അലൈ, ഓനെന്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും. തൗഹീദ് ഉണ്ടെങ്കിൽ യഗ്ഫിറു ലിമൻ യശാ വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുറുക്കി പിടിച്ചോളിൻ. ആദർശ വിഷയത്തിൽ ജോലി കളയേണ്ടി വന്നാൽ അത് ആദർശമാണ്, ആദർശമാണ്. ജോലി ഒഴിവാക്കി അള്ളാഹുവിനെ പരിഗണിച്ച്, ദീനിനെ പരിഗണിച്ച്, അതാണ് ആ നന്മ, അതാണ് ആ അള്ളാഹു പറയുന്ന നന്മ. ബാക്കി അങ്ങോട്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ജീവിച്ചാൽ വലിയ കാത്തിരിക്കുന്ന സമ്പത്ത് തൽക്കാലം വേണ്ടാന്ന് വെച്ചു, ആദർശത്തെ പരിഗണിച്ചിട്ട്. വലിയ വലിയ ബന്ധങ്ങൾക്കും ആദർശത്തെ പരിഗണിച്ചിട്ട് മാറ്റിവെച്ചു, അതാണ് ഹസന. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇതാണ് മറ്റൊരു കാഴ്ച. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിന്റെ കൂടെയുണ്ട്. ജിബ്രീൽ, കാരണം ജിബ്രീൽ ഇല്ലാണ്ട് ആകാശത്തിന്റെ വാതിൽ തുറക്കൂല. 7 ആകാശത്തിനും വാതിലുണ്ട്. നമ്മൾ ഈ നോക്കുമ്പോ അങ്ങനെ വെറുതെ ഒരാളിങ്ങനെ എടുത്തുണ്ടാക്കി വെച്ചത്, ഇത് വെറുതെ ഉണ്ടാക്കി വെച്ചല്ല. അതിന് സംവിധാനങ്ങളുണ്ട്, അവിടെ കാവൽക്കാരുണ്ട്, അവിടെ തർത്തീബാത്തുകളുണ്ട്, എല്ലാം കൺട്രോൾഡാണ്. അള്ളാഹു അവന്റെ കൈ യുദബ്ബിറുൽ അംറ മിനസ് സമാഇ ഇലൽ അർദ്, ആകാശം തൊട്ട് ഭൂമി വരെ അവനിങ്ങനെ കൺട്രോളാക്കാൻ, നിയന്ത്രിക്കുകയാണ് ഓരോന്നിനെയും. എന്ന് പറഞ്ഞാൽ ഓരോ മണൽത്തരികളെയും, ഓരോ ഇലകളെയും, ഓരോ ഉറുമ്പിനെ പോലും ആകാശത്തിൽ ഇരുന്നിട്ട് ഓനിങ്ങനെ പരിപാലിക്കുകയാണ്. റബ്ബുൽ ആലമീൻ. വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ്സമാവാതി വൽ അർദ്, വല്ലാത്തൊരു വാക്കാണ്. ആകാശഭൂമികളെ മുൻമാതൃകയില്ലാതെ സൃഷ്ടിച്ച് സംരക്ഷിക്കുന്നവന്റെ മുന്നിൽ ഞാനിതാ എന്റെ മുഖം തിരിച്ച്. ഇപ്പൊ സാധാരണക്കാരന്റെ മുമ്പിലല്ല നിൽക്കുന്നത്. അളമത്തുല്ലാഹ്, അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് തരട്ടെ. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം 7ാമത്തെ ആകാശത്തിലെത്തിയ വാതിലിൽ മുട്ടി. അപ്പൊ ഇതിനുള്ള ചോദ്യം, ആരാണ്? ജിബ്രീലാണ്. ഓ മഈ മുഹമ്മദ്, എന്റെ കൂടെ മുഹമ്മദ് ഉണ്ട്. അപ്പൊ ആ ആകാശത്ത് നിന്ന് ചോദിച്ചു, അബുഇസ മുഹമ്മദുൻ, ഓ മുഹമ്മദിനെ യാത്രയാക്കപ്പെട്ടോ എന്ന് പറഞ്ഞാൽ അവിടെയും മലക്കുകൾ കാത്തിക്കുകയാണ്.
എന്റെ അടിമ ഇങ്ങോട്ട് വരുന്നുണ്ട് എന്ന് നേരത്തെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി അള്ളാഹു മലായികത്തിന് വിവരം നൽകിയിട്ടുണ്ട്. ഉടനെ തുറക്കപ്പെട്ടു. പോയി നോക്കുമ്പം ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി പറഞ്ഞു, കയറി ലഖീതു ഇബ്രാഹിം. ഞാൻ നോക്കുമ്പോ അവിടെ ആരുണ്ട്? ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആരാണ്? റസൂലുള്ളാഹിക്ക് ആരാണ്? പാപ്പയുണ്ട്. ഞാൻ കണ്ടു. അപ്പൊ എന്നോട് പറഞ്ഞു, യാ മുഹമ്മദ് അഖ്രി സലാം പറയും. റസൂലുള്ളാഹി സലാം പറഞ്ഞു. അദ്ദേഹം തിരിച്ച് സലാം മടക്കി എന്ത് പറഞ്ഞറിയോ? വഅലൈക്കും സലാം യാ ബുനയ്യ. വേറെ എല്ലാ പ്രവാചകരും പറഞ്ഞെന്താ? ബിൽ അഖി സാലിഹ്, മർഹബൻ ബിൽ അഖി സാലിഹ്. അദ്ദേഹം മർഹബൻ ബിൽ ഇബ്നി സാലിഹ്, എന്റെ സാലിഹായ മകന് സ്വാഗതം. അതായത് ഇബ്രാഹിം, ഇസ്മായിൽ, മുഹമ്മദ്, അത്രയേ ഉള്ളൂ. അതിന്റെ ഇടയിൽ വേറെ ആരുമില്ല. കുറെ നേരം കണ്ടു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ബൈത്തുൽ മഅമൂറിൽ ചാരിയിരിക്കുകയാണ്. അതൊരു പള്ളിയാണ്. 7ാം ആകാശത്ത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ള ഒരു പള്ളിയാണ്. ആ പള്ളിയിലേക്കാണ് രാവിലെ 70,000 മലക്കുകൾ പ്രവേശിക്കുന്നു. അവർ തിരിച്ചിറങ്ങി വരുന്നില്ല. വൈകുന്നേരം പിന്നെയും 70,000 പ്രവേശിക്കും. അവരും തിരിച്ചിറങ്ങി വരുന്നില്ല. അത് സൃഷ്ടിക്കപ്പെട്ട അന്ന് തൊട്ട് ഇന്നും പോയിട്ടുണ്ട്. വൈകുന്നേരം ഇലാ യൗമുൽ ഖിയാമ പോവുകയും ചെയ്യും. അത്രയും പട്ടാളക്കാരുള്ള ഒരു രാജാവിനെ ഇത്തിരി പോന്നൊരുത്തൻ വെല്ലുവിളിച്ചാൽ എവിടെ എത്തും ആ വെല്ലുവിളി? എന്താവോ മനസ്സിലാവാത്ത മനുഷ്യന്മാർക്ക്. ഞാൻ ആരോടാ ഈ കളിക്കുന്നത്? ഞാൻ ആരെ കൽപ്പനക്കെതിരായിട്ടാ ഈ പറയുന്നത്? ഞാൻ ആരെയാ ഈ വെല്ലുവിളിക്കുന്നത്? ഇത്രയും വലിയ പട്ടാളക്കാരുണ്ട് അള്ളാഹുവിന്. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല, ബനു ഇസ്രായേലിനെതിരെ അള്ളാഹു പ്രയോഗിച്ച പട്ടാളക്കാർ ഈ മലക്കുകളും അല്ല. പിന്നെ ഏതൊക്കെയാ? ജറാദ്, കുമ്മല്, വഫാദ്യ. ജറാദ് വെട്ടുകിളി, പുത്തുള്ളൻ. പിന്നെ പേന്, രക്തം, തവളകൾ, വെള്ളപ്പൊക്കം, തീ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതെല്ലാം അള്ളാഹുവിന്റെ പട്ടാളക്കാരാണ് എന്ന് പറഞ്ഞാൽ കാറ്റും വെള്ളവും തീയും ഭൂമിയിൽ കറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ റബ്ബിന്റെ കൽപ്പന പ്രകാരമാണ്. നീ കത്ത് എന്ന് പറഞ്ഞാൽ കത്തിയിരിക്കും. നീ കേറിക്കോ എന്ന് പറഞ്ഞാൽ കടലിൽ കയറും. താവം പറഞ്ഞാൽ കടലിൽ താവും. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖ്റജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ. മനുഷ്യന്മാർ ചോദിക്കുമല്ലോ, എന്താ പറ്റിപ്പോയത്? യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ഭൂമി അതിന്റെ വാർത്തകൾ പറയും. ബിഅന്ന റബ്ബക ഔഹാ ലഹാ. ഭൂമിയുടെ ഉടമസ്ഥൻ ഭൂമിക്ക് കൽപ്പന കൊടുത്തതാണ്. അപ്പോഴാണ് ഇതെല്ലാം സംഭവിച്ചു. അവിടെ ചാരിയിരിക്കുകയാണ്. സംസാരിച്ചു കഴിഞ്ഞപ്പം ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അഖ്രി ഉമ്മതക മിന്നി അസ്സലാം. നിങ്ങൾ പോയാല് നിങ്ങളുടെ ഉമ്മത്തിന് എന്റെ സലാം അറിയിക്കണം. വഅലൈക്കും അസ്സലാം പറ ഹബീബി. വഅലൈക വഅലൈഹിസ്സലാം. നമുക്കുണ്ട് ആ സലാം. നമ്മുടെ ഉപ്പാന്റെ സലാമാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ പറ്റി ഖുർആനിൽ അള്ളാഹു നമുക്ക് പറഞ്ഞു തന്നത് മില്ലത അബീക്കും ഇബ്രാഹിം. നിങ്ങളുടെ ഉപ്പയായ ഇബ്രാഹിമിന്റെ മില്ലത്ത്, ആ ഉപ്പാന്റെ സലാമാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഇങ്ങനെ പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, വഅഖ്ബിർഹും, നിങ്ങളുടെ ഉമ്മത്തിനോട് അഥവാ എന്റെ മക്കളോട് ഇങ്ങനെ പറയണം, അന്നൽ ജന്നത ത്വയ്യിബത്തു തുറുബ അസ്ബത്തുൽ മാ. സ്വർഗത്തിലെ മണ്ണ് പരിശുദ്ധമായ മണ്ണാണ്. അവിടുത്തെ വെള്ളം നല്ല തെളിഞ്ഞ വെള്ളമാണ്. വഅന്നഹാ ഖിആൻ, നല്ല ഭൂമിയാണ് സ്വർഗത്തില്. വഅന്ന ഗിറാസഹാ, അവിടെ വെച്ച് പിടിപ്പിക്കപ്പെടുന്ന മരങ്ങൾ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. 7ാം ആകാശത്ത് നിന്ന് ഉപ്പാപ്പ കൊടുത്തത് ആ മോന് പോയിട്ട് ഉമ്മത്തിന് പറഞ്ഞു കൊടുത്തേക്കിൻ. അത് പറഞ്ഞാൽ സ്വർഗത്തിൽ എന്ത് കിട്ടും? ഒരു മരം കിട്ടും. ഇത് ഹദീസാണ്. അഖ്ലിന്റെ ആൾക്കാർ എന്ത് പറയും? സ്വർഗം എന്ന് പറഞ്ഞിട്ടുണ്ടാവല്ലോ ഭായി. എത്ര ആൾക്കാർ എത്ര കോടി പ്രാവശ്യം പറയുന്നു. അപ്പൊ മരം വെച്ച് 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 സ്വർഗം നടന്നിട്ടുണ്ടാവില്ലേ? മഅദല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്റെ റബ്ബ് എന്നോട് പറഞ്ഞ സ്വർഗം നിറഞ്ഞോ ഇല്ലയോ നോക്കാനല്ല, പക്ഷെ പറഞ്ഞെന്താ? ഇത് പറഞ്ഞോളാനാണ്. പറഞ്ഞാൽ മതി, അതിന്റെ അപ്പുറത്തേക്ക് പോണ്ട. ചെയ്യാൻ പറഞ്ഞ ചെയ്താൽ മതി, അതിന്റെ അപ്പുറത്തേക്ക് പോണ്ട. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. എന്താർത്ഥം? സുബ്ഹാനല്ലാഹ്
അള്ളാഹു പരിശുദ്ധനാണ്, ഒരു ന്യൂനതയുമില്ല. തൻസീഹാണ്, ഐബിൽ നിന്ന്, നഖ്സിൽ നിന്ന്. അള്ളാഹ്ക്കൊരു ന്യൂനതയുമില്ല, ഒരു കുറവുമില്ല, പരിപൂർണനാണ്. കുറവുകളുടെ അല്ലെങ്കിൽ ന്യൂനതകളുടെ മുഴുവൻ സിഫത്തുകളും അള്ളാഹുവിന് മുസ്തഹീലാണ്, അസംഭവ്യമാണ്. സുബ്ഹാനല്ലാഹ്, ഏതർത്ഥത്തിലും. വൽഹംദുലില്ലാഹ്, എന്താർത്ഥം? എല്ലാ സ്തുതിയും ആ റബ്ബ്. ശുക്റും ഹംദും തമ്മിലുള്ള വ്യത്യാസം, ശുക്ർ പ്രത്യുപകാരമാണ്. പ്രത്യുപകാരം മീൻസ് എന്താ പറയാ? റിട്ടേൺ, ഇങ്ങോട്ട് തന്നു അതിന് പകരം അങ്ങോട്ട്. ഹംദ് തന്നതിന് പകരമല്ല, റബ്ബ് നമുക്ക് തന്നതിന് പകരം കൊടുക്കാൻ തീരുമാനിച്ചാൽ ഒറ്റ ഗ്ലാസ് വെള്ളം മതിയാവും 100 കൊല്ലത്തെ ഇബാദത്തോടു കൂടിയുള്ള ജീവിതത്തിന്. ഒരു ഗ്ലാസ് വെള്ളം എവിടെ? മഹ്ശറിൽ. ഒരു ഗ്ലാസ് വെള്ളം മതി റബ്ബേ, പകരം എൻ്റെ 100 കൊല്ലം മുഴുവനും എടുത്തോ. അടുത്ത ഒരു ഗ്ലാസ്സിന് വേണം എന്ത് ചെയ്യാൻ? സ്വർഗത്ത് പോവാൻ. പക്ഷേ ബാക്കിയില്ല, എല്ലാം തീർന്നു. അര ഗ്ലാസ് വെള്ളത്തിലെല്ലാം തീർന്നു. അൽഹംദുലില്ലാഹ്. എത്ര പറയണം പ്രിയപ്പെട്ടവരെ, ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഈ പ്രവർത്തിക്കുന്നില്ല. എന്തായിരിക്കും ആ പ്രവർത്തനത്തിന്റെ രീതി? നമ്മ ആരും കണ്ടിട്ടില്ലല്ല. വഫീ അൻഫുസിക്കും, നിങ്ങളിവിടെ ഇല്ലേ? വഫീ അൻഫുസിക്കും അഫലാ തുബ്സിറൂൻ. ചിന്തിക്കുന്നില്ല ചോദിച്ചത്. നീ നോക്കുന്നില്ലേ, കാണുന്നില്ലേ? നിന്റെ ശരീരം നീ കാണുന്നില്ലേ? അതിലുണ്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാൻ പാകത്തിനുള്ളതെല്ലാം. അല്ലാഹു ആഫിയത്ത് നസീബാക്കി തരട്ടെ. സുബ്ഹാനല്ലാഹ്. ഇത് മനസ്സിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം പറയാൻ. ഇങ്ങനെ അട്ടം നോക്കിയിട്ട് സുബ്ഹാനല്ലാഹ് 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 അത് കാര്യമില്ല. ഇത് ഉള്ളിൽ വരണം. അപ്പോഴാണ് നാവും കൽബും അറിഞ്ഞ ദിക്റാവുക. ഇത് രണ്ടും പറഞ്ഞു. അടുത്ത വാക്കെന്താ? അല്ല, വലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് രണ്ടും നിനക്കുള്ളതാണെങ്കിൽ നീ അല്ലാത്തൊരു ഇലാഹ് എനിക്കില്ല, ഉണ്ടാവാൻ പറ്റൂല. ഈ തസ്ബീഹും തഹ്മീദും നിനക്കാ ഞാൻ തരും, നിനക്ക് മാത്രം. എങ്കിൽ നീ അല്ലാണ്ട് ഒരു ആരാധനയും എനിക്ക് പറയില്ല. വലാ ഇലാഹ ഇല്ലല്ലാഹ്. മാത്രമല്ല വേറെ എങ്ങോട്ടാ ഞാൻ പോവുക? അല്ലാഹു അക്ബർ, നീയാണ് ഏറ്റവും വലിയവൻ. അള്ളാഹിനെ അറിയേണ്ട പോലെ അറിഞ്ഞ, അഥവാ വലിയുണ്ടല്ലോ. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം. അപ്പൊ നമ്മൾ വിലായത്തിലെത്തിയിട്ടുണ്ടാവോ? നമുക്ക് വെറും ടെൻഷനല്ല പോയി ദുനിയാവിനെ പറ്റി ഓർത്തിട്ട്. ഒരു പേടി, ടെൻഷൻ. അപ്പൊ മാറാനുണ്ടെന്നർത്ഥം. മാറാനുണ്ട്. കാരണം അള്ളാനെ അറിയേണ്ട പോലെ അറിഞ്ഞോന് ദുനിയാവിൽ ഒരു പ്രശ്നമായിരിക്കൂല. അള്ളാഹു നമുക്ക് അങ്ങനെ ആക്കി തരട്ടെ. ഒരു പ്രശ്നമായിരിക്കൂല. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീൻ പഠിപ്പിച്ച സഹാബാക്കള് അങ്ങനെയായിരുന്നു. എനിക്ക് എപ്പോഴും ഈ രോമണീക്കുന്ന ഒരു കഥയുണ്ട്. ഞാൻ പലപ്പോഴും വിമ്രമെന്ന് പറഞ്ഞതാണ്. അബൂദ്ദഹ്ദാഹിന്റെ കഥ. അബൂദ്ദഹ്ദാഹ് ആയത്ത് കേൾക്കാണ്. മൻദല്ലദീ യുഖ്രിദുല്ലാഹ ഖർദൻ ഹസന. അബൂദ്ദഹ്ദാ അല്ല, താരം ഉമ്മുദ്ദഹ്ദാഹാണ്, അബൂദ്ദഹ്ദാഹിന്റെ ഭാര്യ. ആരുണ്ട് അള്ളാഹ്ക്ക് കടം കൊടുക്കുന്നവൻ? അബൂദ്ദഹ്ദാഹ് വന്നു. അള്ളാഹു ചോദിക്കുന്ന ചോദ്യം തരിക. സാധാരണ സഹാബിയാണ്. അള്ളാഹു നമ്മളെ ചെന്ന് കടം ചോദിക്കുന്നുണ്ടോ? പക്ഷെ അള്ളാഹ്ക്ക് എന്തിനാ നമ്മളെ ചെന്ന് കടം? സുദാഹി പറഞ്ഞു, ആ കടം ചോദിക്കുന്നുണ്ട്, നല്ലോണം പകരം തിരിച്ചു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്റെ തോട്ടം ഞാൻ അള്ളാഹ്ക്ക് കടം കൊടുത്തിരിക്കുന്നു. 400 ഈത്തപ്പഴത്തിന്റെ മരം ഉണ്ടായില്ലേ? 400 ഈത്തപ്പഴത്തിന്റെ മരം എന്ന് പറഞ്ഞാൽ വലിയ സമ്പത്തായി. സംഭവം അതല്ല. റസൂലുള്ളാഹി സന്തോഷമായി, നല്ല ദ്വാരം ചെയ്തു. ഇദ്ദേഹം പോവാണ് തോട്ടത്തിലേക്ക്. അപ്പൊ അതിന്റെ ഉള്ളിൽ ആ ഭാര്യ മക്കള് താമസം. പുറത്ത് നിന്നിട്ട് പറയാം, ഉള്ളിൽ കയറിയില്ല. കാരണം ആരുതായി? ഇത് അള്ളാന്റെതായി. കടം കൊടുത്തു കഴിഞ്ഞു. പുറത്തുനിന്ന് പറയാൻ, യാ ഉമ്മദ്ദഹ്ദാ ഉഖ്റുജി. ഭാര്യനെ വിളിച്ചിട്ട് പറയാൻ, പെട്ടെന്ന് മക്കളെയും പാത്രം എടുത്ത് പുറത്തേക്ക് വന്നോ, ഇത് ഞാൻ അള്ളാഹ്ക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ ആ പെണ്ണ് പറയാൻ, ഓഹോ ഭയങ്കരമായ ലാഭ കച്ചവടം ചെയ്തത്, പിടിച്ചു വലിച്ച് എല്ലാരെയും കൂട്ടിയിട്ട് പുറത്തേക്ക്. ഇതാ വലിയ. വേറെ ഒരു ഫിക്റുമില്ല, ഒന്നും ചിന്തിക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാൻ പഠിച്ചോ? ഈ തോട്ടം ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അള്ളാഹു നസീബാക്കി തരട്ടെ. പ്രിയപ്പെട്ടവരെ, പറയലും കേൾക്കലൊക്കെ എളുപ്പമാണ്, ജീവിതത്തിൽ പകർത്തൽ വലിയ പാടാണ്. പക്ഷെ മരിക്കുന്നതിന് മുമ്പ് അങ്ങനെ ആയിട്ടേ മരിക്കാവൂ.
ആ നീയത്തുണ്ടെങ്കിലുണ്ടല്ലോ ബാക്കി അള്ളാഹു തള്ളിത്തരും. അനുഭവങ്ങളില്ലേ പലതിലും നീയത്ത് വെച്ചിട്ട് ഇറങ്ങുക, വല്ലാഹി ഇഖ്ലാസോടെയാണെങ്കിൽ ബാക്കി അള്ളാഹു ഉന്തി തരും, ഒരു സംശയം. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മഹുല്ലാഹ് മോനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഇൻവിൽ ഖൈർ, നീ എപ്പോഴും നന്മ ചെയ്യാൻ ഇഖ്ലാസോടെ നീയത്ത് വെക്ക്. എന്തുകൊണ്ടറിയോ? നീ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ആ നീയത്തിന്റെ ഖൈർ അള്ളാഹു നിനക്ക് തന്നിരിക്കും. മുഅ്മിൻ എപ്പോഴും അങ്ങനെ ആവണം. നമ്മളെ ശൈത്താൻ എന്താ ചെയ്യിപ്പിക്കാൻ അറിയോ? ഇതിപ്പോ 400 ഈത്തപ്പഴുള്ള തോട്ടം എനിക്ക് പറ്റൂലപ്പോ, നമ്മ പാവമല്ലേ, ഫക്കീറല്ലേ, നമുക്ക് തോട്ടം ഇതൊന്നുമില്ല, ഇതെല്ലാം പൈസക്കാർക്കുള്ളതായിരിക്കും. ഇത് ശൈത്താന്റെ പരിപാടിയാണ്. എന്റെ കൈമേലില്ല, ശരി, എനിക്കറിയാം, എന്റെ റബ്ബിനും അറിയാം. പക്ഷെ എപ്പോഴും എന്റെ നീയത്ത് എന്താണ്? ഇൻഷാ അല്ലാഹ് ഞാനും അള്ളാഹ്ക്ക് കടം കൊടുക്കും. 400 അല്ല, 40,000 തോട്ടം കൊടുക്കാൻ എന്റെ റബ്ബ് എനിക്ക് തരും, എന്റെ നീയത്ത് ഇഖ്ലാസോടെയാണെങ്കിൽ. നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കി തന്നെ വേണം. ഇത് സൂഫികൾ എന്താ ചെയ്തെന്നറിയോ? അള്ളാഹിനെ പരിചയപ്പെടുത്തിയത് ക്രൂരമുഖമാണ്. അടി ഇടി തൊഴി കത്തിക്കല് കരിക്കല് അങ്ങനെ ആക്കല് ഇങ്ങനെ ആക്കല്. ആ ഒരു മുഖം അള്ളാഹ്ക്ക് ഉണ്ട്. അള്ളാഹു ഖുർആനിൽ ഏറ്റവും അധികം പറഞ്ഞ മുഖം ആ മുഖമല്ല. ഇടക്കിടക്ക് ഇങ്ങനെ പേടിപ്പിക്കാൻ വേണ്ടി ഷദീദുൽ ഇഖാബ് ദുന്തിഖാം എന്നെല്ലാം പറയും. ഞാൻ ഭയങ്കരമായി ശിക്ഷിക്കുന്നവനാണ്, മുഖം നോക്കാണ്ട് കടുത്ത നടപടി സ്വീകരിക്കുന്നവനാണ്. ഇത് 2-3 പ്രാവശ്യമേ ഉള്ളൂ. ബാക്കിയെല്ലാം പറഞ്ഞെന്താ? ഗഫൂറൻ റഹീമൻ. എന്തൊരു വാക്ക്! ഗാഫിറു ദംബി ഖാബിലു തൗബി. അതേപോലെ തന്നെ പിന്നെ നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറുർ റഹീം ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅൻ. എങ്ങനെ അള്ളാന്റെ ആ ഒരു വിശാലതയുടെയും ദയന്റെയും അത് എത്രയാ പറഞ്ഞിരിക്കുന്നു ഖുർആനിൽ. അള്ളാഹ് അങ്ങനെ കാണണം. ഏറ്റവും അടുത്താളായി എന്തെങ്കിലും ഭയങ്കര പ്രയാസം വന്ന് നോക്കുക. ഉദാഹരണത്തിന് ജീവിതത്തിൽ ഭയങ്കര ടൈറ്റ് വന്നു, നമുക്ക് ഏതെങ്കിലും ഒരു ചങ്ങായി ഉണ്ടാവൂലേ, ഒന്ന് വിളിക്കാൻ, ഒന്ന് സംസാരിക്കാൻ, അവരെ കൂടെ ഒന്ന് യാത്ര പോവാ, ഇതൊക്കെ പൈസക്ക് ടൈറ്റ് വന്നു, ഒരാളെ വിളിക്കുക. ആ ചങ്ങായിന്റെ മുകളിലായിരിക്കണം ആരെ കാണുന്നുണ്ട്? അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനെ കാണുന്നുണ്ട്. പ്രയാസം വന്നു, പാതിരാക്ക് എണീച്ചു, മുസല്ല വിരിച്ചു, സുജൂദ് പോയിട്ട് കരയണം. കരയണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ യാചിച്ച് ഉമ്മാന്റെ കോന്തര പിടിച്ച് കരയുന്ന പോലെ റബ്ബിന്റെ മുമ്പിൽ കരയുന്ന അടിമനെ അള്ളാഹുവിനെ ഭയങ്കരമായ ഇഷ്ടമാണ്. ചെറിയ ഇഷ്ടമല്ല, ഭയങ്കര ഇഷ്ടമാണ്. അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ബാപ്പ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഉമ്മത്തിന് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി തന്ന ആ തസ്ബീഹും വാങ്ങി തിരിച്ച് ജിബ്രീലിന്റെ കൂടെ യാത്രയായി. പിന്നെയും മുകളിലേക്ക് പോകും തോറും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ബേക്കടിക്കാൻ തുടങ്ങി. ഉമർ ഖാദി പറഞ്ഞ പോലെ, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബകൽ ഖയ്യൂമ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അടിമകൾക്കുള്ളൊരു പരിധി അല്ലാഹു 7 ആകാശത്തിന്റെ അപ്പുറത്ത് നിശ്ചയിച്ചിട്ടുണ്ട്. സിദ്റത്തുൽ മുൻതഹ, അതൊരു മരമാണ് സിദ്റത്തുൽ മുൻതഹ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ മുകളിലേക്ക് കയറി സിദ്റത്തുൽ മുൻതഹ വരെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം അനുഗമിച്ചു. അവിടെ വെച്ച് ജിബ്രീൽ പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇനി അങ്ങ് മുന്നോട്ട് പോയിക്കൊള്ളുക. ദഅനി, എന്നെ വിട്ടേക്കിൻ. തഖദ്ദം യാ ഹബീബി, മുന്നോട്ട് പോയിക്കോളിൻ. ലാ തഖഫ്, പേടിക്കണ്ട, കാരണം വിളിച്ചു വരുത്തിയതാണ്. അബ്ശിർ, സന്തോഷവാനായിരിക്കുക. തുനാജി റബ്ബക്കൽ ഖയ്യൂമ, ഖയ്യൂമായ അങ്ങയുടെ റബ്ബിനോടുള്ള മുനാജാത്തിന്, സംഭാഷണത്തിന് വേണ്ടി പോവാണ്, സന്തോഷമായിട്ട് പോയിക്കൊള്ളുക. സുമ്മ റുഫിഅത് ഇലയ്യ സിദ്റത്തുൽ മുൻതഹ, പിന്നെ സിദ്റത്തുൽ മുൻതഹ എനിക്ക് കാണിക്കപ്പെട്ടു. ഫഇദാ നബ്ഖുഹാ മിസ്ലു ഖിലാലി ഹജറ, ഹജറ എന്ന് പറയുന്ന നാട്ടിലുള്ള വെള്ളം ശേഖരിക്കുന്ന മണ്ണിന്റെ പാത്രം കണക്കെയാണ് അതിലുള്ള പഴങ്ങൾ. വഇദാ വറഖുഹ, ഞാൻ നോക്കുമ്പോൾ ആ സിദ്റത്തുൽ മുൻതഹ എന്ന് പേരുള്ള മരത്തിന്റെ ഇലകളോ മിസ്ലു ആദാനിൽ ഫിയല, ആനകളുടെ ചെവി പോലെ വലുപ്പമുള്ള ഇലകൾ. ഖാല, ജിബ്രീൽ പറഞ്ഞു, ഹാദിഹി സിദ്റത്തുൽ മുൻതഹ, നബിയെ ഇതാണ് സിദ്റത്തുൽ മുൻതഹ. വേറൊരു റിവായത്തിൽ ഇങ്ങനെ കാണാം, ഫലമ്മാ ഖശിയഹാ മിൻ അംരില്ലാഹി മാ ഖശിയ തഗയ്യറത്, അള്ളാഹുവിന്റെ കൽപ്പനകളും അള്ളാഹിന്റെ നൂറും ഒക്കെ ആ വൃക്ഷത്തെ വന്ന് മൂടിയപ്പോൾ തഗയ്യറത്, അത് ആകെ ഒന്ന് വ്യത്യസ്തമായി.
ഫമാ അഹദുൻ മിൻ ഖൽഖില്ലാഹി, അള്ളാന്റെ സൃഷ്ടികളിൽപ്പെട്ട ഒരാൾക്കും യസ്തതീഉ അൻ യൻഅതഹ മിൻ ഹുസ്നിഹ, അന്നേരം ഞാൻ കണ്ട അതിന്റെ സൗന്ദര്യം വർണ്ണിച്ചു തരാൻ സാധ്യമേ അല്ല. അത്ര മനോഹരമായിരുന്നു സിദ്റത്തുൽ മുൻതഹ. അവിടം വരെയാണ് എല്ലാത്തിൻ്റെയും അവസാനം. ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുന്ന സർവകാര്യങ്ങളും എത്തി നിൽക്കുന്നത് സിദ്റത്തുൽ മുൻതഹയിലാണ്. അള്ളാന്റെ അടിമകളിൽപ്പെട്ട ആർക്കെങ്കിലും മുകളിലേക്ക് പോവാൻ അവസരം നൽകപ്പെട്ടാൽ പോയി നിൽക്കുന്നത് മുൻതഹാന്റെ അർത്ഥം എന്താ? അവസാനം. സിദ്റത്തുൽ മുൻതഹ അവസാനത്തെ മരം. അതിന്റെ അപ്പുറത്തേക്ക് ആർക്കും പ്രവേശനമില്ല. ആർക്കേ കിട്ടിയിട്ടുള്ളൂ? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വരെ അത്ര വില പിടിപ്പുള്ള ആളാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമ്മത്തിന് മീൻസ് നമുക്കോ? എല്ലാത്തിന്റെയും മുൻതഹയാണ് ആ മരം. ജിബ്രീൽ വരെ അവിടെ നിന്നു. അതിന്റെ അപ്പുറത്തേക്ക് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. എത്രത്തോളം എന്നറിയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വജാവസഹ അൻ-നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹ്ദഹു, ഒറ്റക്ക് അങ്ങോട്ട് പോയി. ഇലാ ഹൈസു യസ്മഉ സരീഫൽ അഖ്ലാം, ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിക്കൊണ്ടിരിക്കുന്ന മലക്കുകളുടെ പേനകളുടെ ഇരമ്പൽ ശബ്ദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടു. അത്രത്തോളം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന്റെ അടുത്തേക്ക് ആനയിക്കപ്പെട്ടു. അർശിന്റെ വലതുഭാഗത്തായിട്ടാണ് സിദ്റത്തുൽ മുൻതഹ നിലകൊള്ളുന്നത്. സിദ്റത്തുൽ മുൻതഹ അർശിന്റെ വലതുഭാഗത്തായി നിലകൊള്ളുന്നു. ഇൻദഹ ജന്നത്തുൽ മഅ്വ, ജന്നത്തുൽ മഅ്വ എന്ന് പേരുള്ള സ്വർഗം അതിനടുത്താണ്. തഖ്റുജു മിൻ അസ്ലിഹ അൻഹാറും മിൻ മാഇൻ വലബിൻ വഖംദിൻ വഅസൽ. സ്വർഗത്തിൽ കുറെ നദികളുണ്ടല്ലോ. എന്തൊക്കെ? പാല്, തേന്, വരണ്ട വന്നിട്ടില്ല. പാല്, തേന്, വെള്ളം, കള്ള്. ഹൂറിന്റെ പുഴയില്ല. ബറക്കല്ലാഹു, അള്ളാഹു നസീബാക്കി തരട്ടെ. ഒരിക്കൽ സഹാബാക്കൾ മദീനത്തെ പള്ളിയിൽ ഇരിക്കുന്നു. ഇപ്പൊ ഭയങ്കരമായ ചർച്ച. സ്വർഗത്തിൽ ആണുങ്ങളാണോ കൂടുതൽ, പെണ്ണുങ്ങളാണോ? ഭൂരിഭാഗം പറഞ്ഞു ആണുങ്ങൾ. കാരണം നരകത്തിലാണ് ആരെ കണ്ടത്? പെണ്ണുങ്ങളെ ഏറ്റവും അധികം കണ്ടത്. ഓരോ അങ്ങനെ പറഞ്ഞൂടാ, സ്വർഗത്തിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ നോക്കുമ്പോ പള്ളിയിൽ ഒരു തൂണില് ഒരു വയസ്സനായ മനുഷ്യൻ ഇരിക്കുന്നു. ആൾക്കാർ ഇങ്ങനെ നോക്കുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പൊ അവരങ്ങോട്ടും കൊണ്ടും പറഞ്ഞു, എന്തിനായി തർക്കിക്കുന്നു? അതല്ല ഇരിക്കുന്നു, പോയി ചോദിക്കാല്ലോ നമുക്ക്. എല്ലാവരും കൂടെ വന്നു ചോദിച്ചു, യാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, സ്വർഗത്തിൽ ആരാ കൂടുതൽ, പെണ്ണാണോ? പറഞ്ഞു പെണ്ണാണ്. നിശബ്ദ, സദസ്സൊന്നും മിണ്ടുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കേട്ടിട്ടില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരാണിന് 2 പെണ്ണ് വീതം നൽകപ്പെടും ഹുറിലിങ്ങളിൽ. അപ്പൊ 10 ആളുണ്ടെങ്കിൽ അപ്പൊ അധികാരമായിരിക്കും. അപ്പൊ ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, അള്ളാഹു നസീബാക്കി തരട്ടെ. പക്ഷെ പുഴയും നദി എന്താണ്? വെള്ളം, കള്ള്, തേന്, ഇതിന്റെ ഉറവിടം സിദ്റത്തുൽ മുൻതഹയാണ്. അതൊഴുകി തുടങ്ങുന്നത് ആ മരത്തിന്റെ അടുത്ത് നിന്ന്. അള്ളാഹു നസീബാക്കി തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തി. അവിടെ നിന്ന് പിന്നെ ജിബ്രീലില്ല. സിദ്റത്തുൽ മുൻതഹ കഴിഞ്ഞ് അർശിന്റെ ഭാഗത്തേക്ക് യാത്രയായി. ഹമലത്തുൽ അർശിനെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. എത്ര പേരാത്? എത്ര? അർശിനെ ചുമക്കുന്ന മലക്കുകളുടെ എണ്ണം എത്ര? 70,000 അല്ല. പറഞ്ഞോളി. മടിക്കേരിയിലെ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ട് കിതാബിൽ അഭിപ്രായം പറയാം. വയഹ്മിലു അർശ റബ്ബിക ഫൗഖഹും യൗമഇദിൻ വയഹ്മിലു അർശ റബ്ബിക്, നിന്റെ റബ്ബിന്റെ അർശിനെ ചുമക്കും. ഫൗഖഹും, അവരുടെ മുകളിൽ, യൗമഇദിൻ, ആ ദിവസം, 8 പേർ, 8 മലക്കുകൾ.
റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ കണ്ടു ആ 8 ആൾക്കാരെയും. ഞാൻ എൻ്റെ റബ്ബിനോട് അനുവാദം ചോദിച്ചു, അർശനെ ചുമക്കുന്ന മലക്കിനെ എൻ്റെ ഉമ്മത്തിന് വിവരിച്ചു കൊടുക്കട്ടെ. അള്ളാഹു അനുവദിച്ചു. റസൂലുള്ളാഹി പറയാൻ, അർശനെ ചുമക്കുന്ന മലക്കിന്റെ ചെവിക്കുറ്റിയുടെയും ഈ ചുമലിന്റെയും ഇടയിലുള്ള ഗ്യാപ്പ് 70,000 കൊല്ലത്തെ വഴിദൂരമാണ്. ഈ ഗ്യാപ്പ് നമ്മളെവിടെയുണ്ട് മനുഷ്യന്മാര്? സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അന്നമാ ബൈന ശഹ്മതി ഉദുനിഹി ഇലാ ആതിഖിഹി, അദ്ദേഹത്തിന്റെ ആ മലക്കിന്റെ ചെവിക്കുറ്റി മുതൽ ആതിഖ് പിരടി വരെ അതിന്റെ ഇടയിൽ മസീറത 700 ആമിൻ, 700 വർഷത്തെ വഴിദൂരം. ഒരു കുതിര ഓടിയാൽ എത്രയുണ്ടാകുമോ അതാണ് ആ മലക്കിന്റെ ഭീമാകാരമായ കൊലം. അങ്ങനത്തെ 8 ആൾക്കാരാണ് അർശിനെ വഹിക്കുന്നതെങ്കിൽ അർശിന്റെ വലുപ്പം എത്രയായിരിക്കും? റബ്ബുൽ അർശിൽ അദീം. അർശിന്റെ ഉടമസ്ഥനാണ് അള്ളാഹു. അതിന്റെ മുകളിലാണ് ഉടമസ്ഥനായ അള്ളാഹുവിന്റെ ഇസ്തിവ. അർ-റഹ്മാനു അലൽ അർശി ഇസ്തവ. കുർസി എന്ന് പറഞ്ഞാൽ എന്താ? കസേര അല്ല, സിംഹാസനമല്ല. അർശാണ് സിംഹാസനം. അർശിൽ നിന്നും അള്ളാഹു കാലുവെക്കുന്ന സ്ഥലത്തിനാണ് കുർസി എന്ന് പറയുക. എങ്ങനെ? അള്ളാഹു ആലം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അർശിന്റെ അടുത്തെത്തി. ലോകത്ത് വേറൊരാളെയും അള്ളാഹു അങ്ങോട്ട് കടത്തി വിട്ടിട്ടില്ല. കണ്ടോ? ഇല്ല. അള്ളാഹുവിനെ കണ്ടിട്ടില്ല. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ. കണ്ണുകൾ അള്ളാഹു കണ്ണുകളെ കാണും, പക്ഷെ കണ്ണുകൾക്ക് അവനെ കണ്ടെത്താൻ സാധ്യമല്ല. പക്ഷെ ഒരു ദിവസമുണ്ട് സ്വർഗത്തിൽ, ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്, അള്ളാഹിന്റെ തൗഫീഖോടെ വെള്ളിയാഴ്ച നമ്മളിങ്ങനെ കുളിച്ച് പുതിയ കുപ്പായം ഇട്ട് സ്വർഗത്തിലെ എന്ത് തിന്നും? അള്ളാഹു